UDFിന്റെ അഴിമതി ആരോപണത്തിൽ മനംനൊന്ത് ലോക്കൽ കമ്മിറ്റി അംഗം ആത്മഹത്യ ചെയ്തതായി CPIM. കോഴിക്കോട് കൂളിമാട് കുടിവെള്ള പദ്ധതി കൺവീനർ തിരുത്തിയിൽ ഹമീദാണ് മരിച്ചത്. വിഷം കഴിച്ച് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഹമീദ് തിങ്കളാഴ്ച രാത്രിയാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുനൽകി. ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാട് NCPC കുടിവെള്ള പദ്ധതി കൺവീനർ ഹമീദിന്റെ ആത്മഹത്യയിലാണ് ആരോപണവുമായി CPIM രംഗത്ത് വന്നത്. വാട്ടർ അതോറിറ്റിക്ക് പണം കുടിശ്ശികയായത് ഹമീദിന്റെ തലയിൽ കെട്ടിവെക്കാൻ UDF ശ്രമിച്ചു. വിജിലൻസിന് പരാതി നൽകി. ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ഹമീദ് തട്ടിയെടുത്തതായി UDF പ്രചാരണം നടത്തി. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് CPIM കൂളിമാട് ലോക്കൽ സെക്രട്ടറി P. പ്രസാദ് പറഞ്ഞു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ UDFിൻ്റെ നേതാക്കന്മാർ, UDFിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ, UDFിൻ്റെ ജില്ലാ നേതാക്കന്മാരൊക്കെ ഇതിൽ പങ്കാളികളാണ്. അവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹമീദിനെ ബലിയാടാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർ അതിശക്തമായ കള്ളപ്രചാരവേല ആരംഭിച്ചു. ഹമീദ് കള്ളനാണ്, ഹമീദ് ഇതിൻ്റെ കാശ് കെട്ടു, ഹമീദിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ പ്രചാരവേല നടത്തി. അതിൽ മനംനൊന്തുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 20 ലക്ഷത്തോളം രൂപ വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശികയായുണ്ട്. എന്നാൽ പിരിച്ചു കിട്ടാൻ 23 ലക്ഷം രൂപയുണ്ടെന്ന് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ അബ്ദുൾ ഗഫൂർ പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ്. കാരണം ഞാൻ ഈ 8 വാർഡുകളിൽ ഗുണഭോക്തൃ കമ്മിറ്റി യോഗത്തിൽ ഞാൻ പങ്കെടുത്ത, ഞാൻ തന്നെ നേരിട്ടും ആണ് യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഒരു ഗുണഭോക്താക്കൾ പോലും എന്തായിട്ടില്ല, ഇയാൾ പൈസ എടുത്തെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് ഇയാൾ സമയത്തിന് വന്ന് പണം പിരിച്ചിട്ടില്ല. ആ ഒരു കുറ്റം മാത്രമേ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളിതൊരു പരിശോധന നടത്തിയ സമയത്ത് തന്നെ ഏകദേശം 23 ലക്ഷം രൂപ തിരിഞ്ഞു കിട്ടാനായിട്ട് കാണുന്നുണ്ട്. 2 തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിനാൽ കൃത്യസമയത്ത് പണം പിരിച്ചെടുക്കാൻ ഹമീദിന് സാധിച്ചിരുന്നില്ല. റോഡ് നിർമ്മാണത്തെ തുടർന്ന് പൈപ്പ് പൊട്ടി വെള്ളം നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടായി. ഇത് വാട്ടർ അതോറിറ്റി മീറ്ററിൽ കാണിച്ചതും കുടിശ്ശിക വർദ്ധിക്കാൻ ഇടവന്നു. 2022 മുതലുള്ള വരവ് ചെലവ് കണക്ക് ഈ മാസം 5-ന് മുമ്പായി നൽകുമെന്ന് ഹമീദ് അറിയിച്ചിരുന്നതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.